രാവിലെ പോയി രാത്രി. അത് കാരണം എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രാവിലെ തന്നെ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തോളൂ. ആ ജസ്നക്കുട്ടി. ആ ജസ്ന. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഷാജിദ ഗുഡ് മോർണിംഗ്. ഷാജിദ ജോയിൻ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് ലീവായി പോയായിരുന്നു. എന്ത് പറ്റി? അല്ല, അത് കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന്. അപ്പം നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് വ്യത്യാസം വന്നത്? ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അത് അക്നോളജ് ചെയ്യുകയും ചെയ്യും. അക്നോളജ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ക്രിയേറ്റിവിറ്റി ആൻഡ് ആർട്ട് ചെയ്തിട്ടില്ലല്ലോ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് അത് ചെയ്യാം ഇന്നത്തെ ദിവസം. ക്രിയേറ്റിവിറ്റി ആൻഡ് ആർട്ട്. ലോകത്ത് എപ്പോഴും ആർട്ട് എന്നുള്ളതിന് വലിയൊരു ജനവിഭാഗം ആളുകൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആർട്ടും ക്രിയേറ്റിവിറ്റിയും രണ്ടാണ്. ആർട്ടും ക്രിയേറ്റിവിറ്റിയും രണ്ടാണ് എന്ന് പറയുമ്പോൾ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സാധനത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ തോട്ടിലാണ്. ആ തോട്ട് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇമാജിനേഷൻ. അതായത് ഇപ്പൊ സ്പേസിൽ ഇലോൺ മസ്ക് പോയ സംഗതി തൊട്ടിട്ട് അത് ലാസ്റ്റ് വന്നിട്ടുള്ള കാര്യമാണ്. ഐ മീൻ, പുള്ളി എന്താ ചെയ്തോണ്ടിരിക്കണേ? അതേപോലെ സ്പേസിലെ ആളുകളെ കൊണ്ടുവരികയും ടൂറിസ്റ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അതിന്റെ മുന്നേ വന്നിട്ടുള്ളൊരു കാര്യമാണത്. പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ത് കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ ജീവിച്ചത്. നമ്മളിങ്ങനെ രാജാവിന്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ വൻ സംഭവമായിട്ടൊക്കെയാണ് നമ്മൾ കാണുക. എന്താ പറയാ, ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പല്ലക്കെടുത്ത് ആ പല്ലക്കിൽ കുറെ ആളുകൾ അതിനെ ചുമന്ന് അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഓരോ കാര്യങ്ങളും അത്രയ്ക്കും എഫേർട്ട്ഫുൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. കുറച്ചും കൂടെ മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചക്രമൊന്നുമില്ല. മനുഷ്യന്റെ ജീവിതത്തില്, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഒന്ന് മൂർച്ചയുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാര്യം സാധനങ്ങളൊക്കെ ഷാർപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ്? തീയുടെ കണ്ടുപിടുത്തം. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു വഴിത്തിരിവായിരുന്നു. അടുത്ത കണ്ടുപിടുത്താണ് ചക്രം കണ്ടുപിടിച്ചു എന്നുള്ളത്. അതായത് റൗണ്ടിൽ ഒരു സാധനം, ഒരു വീല് കണ്ടുപിടിച്ചു പറ്റി ഈ സംഗതിയില് ഒരുപാട് സമയം, ഒരുപാട് എഫേർട്ട്. ഇതിനെ ഉത്തോലകം എന്നാണ് പറയാ അല്ലെ. ചക്രത്തിനൊക്കെ ഉത്തോലകം എന്നാ പറയാ. മനുഷ്യന്റെ എഫേർട്ട് കുറയ്ക്കുന്ന സംഗതിയാണ്. അതും കഴിഞ്ഞപ്പോ പറ്റി? കൃഷി കണ്ടുപിടുത്തങ്ങളാണ്. എന്താണ്? മാനുഫാക്ചർ ചെയ്യാൻ കണ്ടുപിടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? കമ്പ്യൂട്ടർ പോലെയുള്ള സംഗതികളെ, മൈക്രോ ചിപ്സ്, അങ്ങനെ കുറെ സംഗതികൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ തലയിൽ. ആലോചിക്കുകയാണ്, ആഗ്രഹമാണ്. അപ്പോ ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിയുള്ള ആളുകൾക്കല്ല സക്സസ് ഉണ്ടാവുക. നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ കൂടെ സ്കൂളിൽ ഉണ്ടായിരുന്ന മരമണ്ടനാണ്, മണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടൊന്നിലും ആക്റ്റീവ് ആവാത്ത അങ്ങനെയുള്ള ചില ആളുകൾ പിന്നീടുള്ള ലൈഫിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ നന്നായിട്ട് പഠിക്കുകയും ടീച്ചേഴ്സിന്റെ ഒക്കെ പെറ്റായിട്ട് പഠിത്തത്തിന്റെ കാര്യത്തിൽ പെറ്റായിട്ടിരുന്ന ആളുകൾ പലപ്പോഴും ഒരുപാട് പുറകോട്ട് പോയിട്ട് ജീവിതത്തിൽ ഒരു ആവറേജ് ജീവിതം ജീവിക്കുന്നത്, ബിലോ ആവറേജോ ആയിട്ട് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇവരുടെ IQ അല്ല, ഇവരുടെ പവർ ഓഫ് ഇമാജിനേഷൻ, പവർ ഓഫ് ബിലീഫ് ആണ്, പവർ ഓഫ് അട്രാക്ട് മാനിഫെസ്റ്റേഷൻ ആണ് നടക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലരുടെ ലൈഫിൽ അവര് ഹാപ്പിനെസ് മാത്രം അട്രാക്ട് ചെയ്ത് ജീവിക്കുന്നത് കാണാൻ പറ്റും. ചിലരുടെ ലൈഫിൽ എല്ലാം ഉണ്ടാകും, പക്ഷെ സന്തോഷം എന്താണ് എന്ന് അറിയാതെ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സിൽ നമുക്ക് വേണ്ട ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് വേണ്ട സംഗതികളെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ട് നമ്മളും അതുപോലെ പറക്കും എന്ന് തീരുമാനിച്ചു. ഒരു സാധ്യതയില്ല ശരിക്കും മനുഷ്യന് പറക്കാറുണ്ട്.
നമ്മുടെ ബോഡിയുടെ വെയിറ്റ്, നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ. പക്ഷെ പണ്ട് കാലത്ത് എന്താണ് രാവണൻ സീതാദേവിയെ കൊണ്ടുപോകുന്നത് പുഷ്പക വിമാനത്തിലാണ്. എന്താണ് ഈ പുഷ്പക വിമാനം? ആ സമയത്ത് പോലും ആ ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു, ഇത് പോസിബിൾ ആണ് എന്നുള്ളത്, അല്ലെ? അത് കഴിഞ്ഞ് ബുർജ് ഖലീഫ ഉണ്ടാക്കാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നോക്കണം. അത്രയ്ക്ക് ഹൈറ്റിൽ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുമ്പോൾ ഒരു ഭൂമി ഒന്ന് പതുക്കെ കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ താഴെ ഇടിഞ്ഞുകൊണ്ട് വീഴും, അല്ലെ? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ ഈ ഭൂമി എർത്ത് ചെറുക്കുന്ന രീതിയിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഒരു മുട്ടുസൂചി, മുട്ടുസൂചി സേഫ്റ്റി പിന്ന് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുക. സേഫ്റ്റി പിൻ എന്ന് പറയുന്ന ഒരു കഷ്ണം കമ്പിയാണ്, പക്ഷെ അതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആണ്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സേഫ്റ്റി പിൻ ഇല്ലാതിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടു പോയായിരുന്നു. ബസ്സിൽ കയറുന്ന സമയത്ത് തൊട്ടിട്ട് നമ്മുടെ ഡ്രസ്സ് മര്യാദക്ക് ഇരിക്കാൻ തൊട്ടിട്ട് പല സമയത്ത് ഇത് പൊട്ടിപ്പോയാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് സേഫ്റ്റി പിൻ. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം റിലേറ്റഡ് ടു ആർട്ട്. മനുഷ്യന് സ്വയം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ സെൽഫ് എക്സ്പ്രഷൻ വരുന്നത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് പാട്ടായിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് പാട്ട് എഴുതുന്ന ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ്, പാട്ട് പാടുന്ന ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ്, അതിന് മ്യൂസിക് കൊടുക്കുന്ന ആളുകളുടെ സെൽഫ് എക്സ്പ്രഷൻ ആണ് ആ മ്യൂസിക്. ആ സിനിമ നിർമ്മിക്കുന്ന ആളുകൾ, ആ സിനിമയിൽ തന്നെ പല കാറ്റഗറിയിൽ ആളുകളുണ്ട്. നമ്മൾ ഈ പിന്നെ അതിന്റെ സ്ക്രീനിൽ നമ്മൾ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, സ്ക്രീനിൽ നമ്മൾ കാണുന്ന മനുഷ്യരെ ആ രീതിയിലാക്കി എടുക്കാൻ വേണ്ടി പുറകിൽ നിൽക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ ക്രിയേറ്റീവ്. ഈ നടന്മാര് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നടീനന്മാര് അവരുടെ ക്യാൻവാസ് ആണ്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ അവരുടെ ക്യാൻവാസ് എങ്ങനെയാണോ അതുപോലെയാണ് ഇവർ വരുന്നത്. അപ്പോ ഈ ക്രിയേറ്റിവിറ്റി എല്ലാ തലത്തിലും ഉണ്ട്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് തൊട്ടിട്ട് നമ്മളുടെ ഓരോ കാര്യത്തിലും ക്രിയേറ്റീവ് ആണ് നമ്മൾ, ഓരോ മനുഷ്യരും ക്രിയേറ്റീവ് ആണ്. അപ്പോ അതേപോലെ ജീവിതത്തിൽ ഏറ്റവും തിരക്കേറിയ ജീവിതമാണ്, ആ സമയത്ത് ആർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മനുഷ്യന്റെ നിലനിൽപ്പിന് ആർട്ടിസ്റ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഇവര് ടൈം വേസ്റ്റേഴ്സ് എന്നുള്ളതാണ് അവരെ കുറിച്ചൊക്കെ ചില കൾച്ചറിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അവരുള്ളത് കൊണ്ട് മാത്രമാണ് ലോകം ഈ നിലയിൽ നിലനിന്ന് പോകുന്നത്. കാര്യം സീരിയസ് ആയിട്ടുള്ള സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ആർട്ട് വന്നിട്ട്, പലതരത്തിലുള്ള ആർട്ടും എക്സ്പ്രഷനും വന്നിട്ട് മനുഷ്യരെ റിലാക്സ്ഡ് ആയിട്ട് നിർത്തുക, റിക്രിയേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ, ഡൂയിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ആ ഒരു സംഗതി അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ആ ഒരു അവസ്ഥയ്ക്ക് മനുഷ്യനിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ, മനുഷ്യൻ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട്, മനുഷ്യന്റെ തോട്ട്സിനെയൊക്കെ റിജുവിനേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ ആർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ ഒരു ആർട്ടിനും ക്രിയേറ്റിവിറ്റിക്കുമുള്ള പ്രാധാന്യം, അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് എക്നോളജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടില് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത്, ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വോയിസിൽ. അത് ഇപ്പം ചിലരുണ്ടാകും, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പാടാൻ അറിയുന്ന ആളുകളാണ്, ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ അത് ചെയ്യുക ചെയ്യും. എത്ര വലിയ സ്ട്രെസ് ആണെങ്കിലും അവർ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നോർമൽ ആയിട്ടുണ്ടാകും, അല്ലെ? ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുറെ സമയം ഡാൻസ് ചെയ്യും ടെൻഷൻ വരുന്ന സമയത്ത്. ഇപ്പൊ ജപ്പാനിലൊക്കെ യുദ്ധമൊക്കെ വന്ന സമയത്ത് നമ്മുടെ ആ ഒരു ടോട്ടോചാൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ട്, യുദ്ധം വന്നിട്ട് ഒരുപാട് കാലം യുദ്ധത്തിന്റെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയും വളരെ ഫ്രീ ആയിട്ട് അവര് ആളുകളെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ സാധാരണ ആളുകൾ, കുട്ടികളെ എല്ലാം തന്നെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിൽ അവർ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സമൂഹത്തിൽ എപ്പോഴും തന്നെ ഈ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ ആർട്ടിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ആർട്ടിസ്റ്റുകളുടെ ജീവിതം. പലപ്പോഴും തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ആ ലെവലിലാണ് ഇവരുടെ തോട്ട് പോവുക. അപ്പം
അങ്ങനെ വരുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിട്ട് അവർക്ക് നോർമൽ ആളുകൾ എന്നുള്ളത്, അതായത് പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോർമൽ പാറ്റേണിലൊക്കെ പോകുന്ന ആളുകളോട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആള്, അവരെ അണ്ടർസ്റ്റാൻഡിങ് കുറവായിരിക്കും. അവര് ചെയ്യുന്ന കോൺട്രിബ്യൂഷനെ നമ്മൾ അളക്കുന്നത് എങ്ങനെ? അവരെത്ര കാശുണ്ടാക്കി എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ അളക്കുക. പിന്നെ പല ആളുകളും തന്നെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മ, അല്ലെങ്കിൽ അവര് ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആണ്. നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളതല്ല, അതിന്റെ അപ്പുറത്തേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അത് പല തലത്തിലാണ്. ഒന്ന് കോൺട്രിബ്യൂഷൻ ആണ്, രണ്ടാമത്തെ അവരുടെ സെൽഫ് എക്സ്പ്രഷൻ ആണ്. നമ്മൾ ആളുകളെ അളക്കുന്നത് അവര് പ്രൊഡക്ടിവിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആളുകളെ അളക്കുക. അത് പ്രൊഡക്ടിവിറ്റി നമ്മൾ നമ്മുടെ കണ്ണിന് കാണുന്ന രീതിയിലാണ് നമ്മൾ അളക്കുക. അപ്പം ഈ ഒരു സംഗതിയിൽ നിങ്ങളുടെ തോട്ട്സ് കൊടുക്കുക. ഞാൻ ഈ പറയുന്നത് അറ്റവും മൂലയൊക്കെ ഉള്ളൂ. അത് ശരിയായ രീതിയിൽ ഒരു പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് അങ്ങനെയല്ല. ഞാൻ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എനിക്ക് ഈ സമയത്ത് വരുന്ന എന്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ റിലേറ്റഡ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു 5 കാര്യങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റിവിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ക്രിയേറ്റീവ് ആയിരുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ആർട്ടും ക്രിയേറ്റിവിറ്റിയും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം, ഇത് കണക്ട് ചെയ്യാതെ രണ്ടായിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല. ഞാൻ എഴുതാ വെച്ചാൽ കണ്ടന്റ് ഒക്കെ റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനാണ്. ഇത് അടുക്കും ചിട്ടയിൽ എഴുതുക എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. വരയ്ക്കാറേ ഇല്ല. അപ്പോ എനിക്ക് ഒട്ടും ക്രിയേറ്റിവിറ്റി ഇല്ലാന്ന് ഞാൻ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരുന്ന ഒരു അഫർമേഷനാണ്. പക്ഷെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എന്റെ ക്രിയേറ്റിവിറ്റി കിടക്കുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലാണ്. എന്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ ലൈഫിൽ അവരുടെ ലൈഫ് അവർക്ക് എന്താണോ പോസിബിലിറ്റി എന്നുള്ളത് അവരുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കാനും, അവരെ അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആക്കാൻ, എത്ര വലിയ പ്രശ്നത്തിൽ നിൽക്കുവാണെങ്കിലും അവരുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാം എന്നുള്ളത് അവർക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാനുള്ള, അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് എന്റെ ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. അത് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ഞാനിത് ഇവിടെ പറയുന്നത് നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകും ഒരു ക്രിയേറ്റിവിറ്റി. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പുറത്തൊരു ജോലിക്കും പോകാത്ത ഒരാളാണ്, കുക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ വീട്ടില് പിള്ളേര് വാശി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടേതായ ഒരു ടച്ച് അതിൽ വരും. അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ സമയത്തും തന്നെ നമ്മൾ ഈ ഒരു സംഗതി, നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റീനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് അക്നോളജ് ചെയ്യുമ്പോഴാണ് ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ പല സമയത്തും ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ബുൾസൈ ഉണ്ടാക്കുകയാണെങ്കിൽ 2 കണ്ണൊക്കെ വെച്ചിട്ട് ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒരു ബുൾസൈ ഉണ്ടാക്കി കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചപ്പാത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണിയാ. പണ്ട് മോനൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയാണെങ്കിൽ ഒരു ചപ്പാത്തിയുടെ മാവെടുക്കും. എന്നിട്ട് ആ ഒരു ചപ്പാത്തിയുടെ മാവിന് എന്ത് ചെയ്യും? കട്ടിയില് ഒരു ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ഇത്തിരിയും കൂടെ വട്ടത്തിൽ പരത്തിയിട്ട് എന്ത് ചെയ്യും? അതിന് കുറച്ച് ഡെക്കറേഷൻ ചെയ്യും, കണ്ണൊക്കെ വെച്ച് വായൊക്കെ വെച്ച്. അപ്പം ഇവൻ ഒരു കുഞ്ഞി ചപ്പാത്തി ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കുമല്ലോ. അപ്പൊ സമയമെടുത്ത് പതുക്കെ പതുക്കെ തിരിച്ചിട്ട് അത് വേവിച്ച് ഒരു 2-3 ചപ്പാത്തി ആകുമ്പോഴത്തേക്ക് വലിയ ചപ്പാത്തി തിന്നതിന്റെ ഫലമാകും. പിന്നെ കുഞ്ഞി ചപ്പാത്തി അല്ലേ കഴിച്ചത്, അങ്ങനെ പറ്റിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ. അല്ലെങ്കിൽ ചോറൊക്കെ ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യും? സകലമാന കള്ളത്തിനും പറയും, നന്നായിട്ട് കള്ളം പറയും. ക്രിയേറ്റീവായിട്ട് കള്ളം പറയാ ചെയ്യുക. കഥ പറയുന്നതെല്ലാം അങ്ങനെയാണ്, നമ്മുടെ ഇമാജിനേഷനാണ്. നമ്മൾ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ചോറിന്റെ ഉരുളയുടെ ഷേപ്പ് ഒരു ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ പറയും ഇത് വിളക്കാണ്. ഇത് ആരെ വിളക്കാണ്? ഇത് അലാവുദ്ദീന്റെ വിളക്കാണ് കേട്ടോ. എങ്ങനെ കണ്ണടച്ചിട്ട് കഴിക്കുക എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ തോട്ടം, അതൊന്നും നമ്മളെ ആരും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. സോ നമ്മുടെ ലൈഫിൽ എല്ലാ സമയത്തും തന്നെ ഈ ഒരു സംഗതി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അക്നോളജ് ചെയ്യുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും, നമ്മുടെ എല്ലാ പോസിബിലിറ്റീസും എല്ലാം തന്നെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ഇമാജിനേഷനാണ്, ഓരോ മനുഷ്യരുടെയും ഇമാജിനേഷനാണ്. ഇന്ന് നമ്മള് പീറ്റർ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 19-ാം നൂറ്റാണ്ടിലെ രാജാവിനേക്കാൾ കൂടുതൽ സുഖ സൗകര്യത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇത് എങ്ങനെയാണ്
ചെയ്തതെന്നുള്ളത് 5 കാര്യങ്ങൾ എഴുതുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വരയ്ക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽസ് ഉണ്ടാക്കാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഷെയർ ചെയ്യാം, സെലിബ്രേറ്റ് ചെയ്യാം. ഫ്യൂ മോർ ഡേയ്സ് ആണല്ലോ, എത്ര ദിവസം ഉള്ളത്? 28 അല്ലേ? 28 അല്ലേ ഡേറ്റ്? 29, 30, 31 3 ഡേയ്സും കൂടെ ഉള്ളൂ. നിങ്ങളുടെ ഈ ന്യൂ ഇയറിന് നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യാം. ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കരുത്. ആരൊക്കെന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക, അത് ഭാഗ്യമാണ്. കണ്ടറിഞ്ഞ് ചെയ്യും അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അതും ഭാഗ്യമാണ്. പക്ഷെ നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയായിരിക്കണം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഇത് ചെയ്യുക, പ്ലാൻ ചെയ്യും. ഓക്കെ. പിന്നെ ഇന്നത്തെ സെഷൻ വാച്ച് ചെയ്യുക. അത് ലൈവായിട്ട് കണ്ടിട്ടുള്ളവർ അങ്ങനെ, ലൈവ് അല്ലാതെ കാണുന്നത് റെക്കോർഡിംഗ് ആണ്. പിന്നെ അടുത്ത കാര്യം എന്താണ്? G-form, ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് കാണണ്ടേ നമുക്ക്? വിന്നറാന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചാറ്റ് ബോക്സിൽ എന്നിട്ട് ഞാനാണ് വിന്നർ എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ജസ്ന വരുന്നുണ്ട്. താങ്ക് യു. നോക്കാട്ടോ. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലോട്ട് പോകാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം കേട്ടോ.